ഡിസൈനും ബ്രാൻഡ് കോസ്മെറ്റിക്സും ഒക്കെ ഓവർ തിങ്ക് ചെയ്യാൻ ഏറ്റവും മോശം സമയമാണ്. എൻ്റെ ടൗണിലുള്ള ഒരു കടയുടെ പേരാണിത്. ഒരുപക്ഷെ നിങ്ങളുടെ ടൗണിൽ ഇത് കണ്ടിട്ടുണ്ടാവും. ഒരേ ആൾക്കാരുടെ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇൻഫാക്ട് എൻ്റെ ടൗണിൽ 2 ഉണ്ട്. പരാഗ് മാത്രമല്ല, രണ്ടാമതൊരു ഷോപ്പ് കൂടിയുണ്ട്. രണ്ടാമത്തെ ഷോപ്പ് തുടങ്ങിയ സമയത്ത് അവരതിന് പേരിടുന്ന കാര്യവും കൂടുതൽ ആലോചിച്ചില്ല. പരാഗ് 2 എന്ന് പേരിട്ടു. ദൃശ്യം 2 എന്നൊക്കെ പറയുന്ന പോലെ. ഒരുപക്ഷെ അവരുടെ അക്കൗണ്ട്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഇന്റേണലി അവർ ഉപയോഗിക്കുന്ന ആ ഭാഷ അത് തന്നെ പുറത്തും ഉപയോഗിച്ചതായിരിക്കാം. അവർ പേരിന്റെ കാര്യത്തിൽ കൂടുതൽ ആലോചിക്കുന്നില്ല, ആ ഡിസൈനിന്റെ കാര്യത്തിൽ കൂടുതൽ ആലോചിക്കുന്നില്ല. ഒരുപക്ഷെ PowerPoint 95-ലോ 98-ലോ ഒക്കെ ഉണ്ടായിരുന്ന ആ കൈൻഡ് ഓഫ് ഗ്രേഡിയന്റ് ഡിസൈൻ ആണ് അവരുടെ പേരിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഡിസൈൻ ചെലവ് കുറഞ്ഞതായിരിക്കുന്നു, ഡിസൈൻ ഈസി ആയിരിക്കുന്നു, AI-ക്ക് പ്രോംപ്റ്റ് കൊടുത്ത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് ഡിസൈൻ കോസ്മെറ്റിക്സും ഒക്കെ നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് പണ്ട് പറഞ്ഞിരുന്ന അതേ കാര്യങ്ങളല്ല പറയുന്നത്. ആ പെർസെപ്ഷനിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിസൈനിനെയും ഈ പറഞ്ഞ കോസ്മെറ്റിക്സിനെയൊക്കെ ഓവർ തിങ്ക് ചെയ്യുന്നതിന് വലിയൊരു കോസ്റ്റ് ഉണ്ട്. ഒരുപക്ഷെ പരാഗ് ചിന്തിച്ച അതേപോലെ ആയിരിക്കില്ല നിങ്ങൾ ചിന്തിക്കേണ്ടി വരിക, അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതിയാവില്ല. പക്ഷേ ഇഫ് യു ആർ ഓവർ തിങ്കിങ് ഇറ്റ്, മേ ബി യു ഹാവ് ടു തിങ്ക് എ ലിറ്റിൽ ലെസ്.